സദസ്സിൻ്റെ ഈ പ്രോഗ്രാമിന് എൻ്റെ പുസ്തകം തിരഞ്ഞെടുത്തതിനും മുഖ്യപ്രഭാഷണം നടത്താൻ ക്ഷണിച്ചതിനും ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. മുഖ്യപ്രഭാഷണം എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ അങ്ങനെയൊന്നും അവകാശപ്പെടുന്നില്ല. എന്നാലാവുന്നത് ചിലത് പറയാം എന്നാണ് വിചാരിക്കുന്നത്. 70കളിൽ എറണാകുളം ടൗൺ ഹാളിൽ പാരലൽ കോളേജ് വിദ്യാർത്ഥികളുടെ കലോത്സവത്തിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരാൾ കടന്നു വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മനുഷ്യ മനസ്സുകളെ, മനുഷ്യ മനസ്സാണ് എൻ്റെ ആഹാരം എന്ന്. അങ്ങനെയാണ് സുരാസുവിനെ ഞാൻ ആദ്യമായി നേരിൽ കാണുന്നത്. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ വിശ്വരൂപം നാടകം അന്ന് നാട്ടുമ്പുറമായ കത്തൽക്കടവിൽ വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ 2 പെൺകുട്ടികൾ, ശംഖുപുഷ്പം എന്നീ സിനിമകളുടെ ഗംഭീരമായ ഡയലോഗുകൾ, തിരക്കഥ എന്ന് ഞാൻ പറയില്ല, ഡയലോഗുകൾ. ഇന്നും മലയാള സിനിമ ഡയലോഗിൽ അധിഷ്ഠിതമാണ്. അന്ന് ഗംഭീരമായി നാടകീയതകളില്ലാതെ സിനിമാറ്റിക്കായി ഡയലോഗ് എഴുതുന്നവർ കുറവായിരുന്നു. അത്രയും നന്നായി സംഭാഷണം എഴുതാൻ കഴിവുള്ളവർ ഇന്നും മലയാള സിനിമയിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീടാണ് മൊഴിയാട്ടം, സുരായണം തുടങ്ങിയ സംഭവങ്ങൾ കടന്നു വരുന്നത്. കൃഷ്ണനായർ സാർ ഇവിടെ വളരെ കൃത്യമായിട്ട് 70കളിലെ ഒരു സാംസ്കാരിക അവസ്ഥ കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. അസ്തിത്വവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം, ആത്മഹത്യ ഒരു ദാർശനിക പ്രശ്നമായി അന്ന് നിലനിൽക്കുന്നില്ല. 70കളും 80കളിലും ഒക്കെയാണ്. പക്ഷേ സുരാസു കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് പക്ഷേ സുരാസുവിനെ ഓർമ്മിക്കാൻ തക്കവണ്ണമുള്ള ഒന്നും തന്നെ അവശേഷിച്ചിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മ ഇവിടെ സംഘടിപ്പിച്ചത് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മരിച്ചവർക്ക് എഴുന്നേറ്റ് വന്ന് കൈ ഉയർത്തി കാണിക്കാൻ പറ്റാത്തതിനാൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അവരെ ഓർക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മലയാളി സാംസ്കാരിക ജീവിതത്തിൽ സത്യസന്ധത ഇത്രയ്ക്ക് നാടകീയമായി ആവിഷ്കരിച്ച മറ്റൊരു കലാകാരനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം തന്നെ അന്നത്തെ കാലത്ത് എന്നെ പോലെ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായിരുന്നു. ചെറുപ്പക്കാർക്ക് കലയ്ക്ക് ഈ തലത്തിനപ്പുറം മറ്റൊരു പ്രതലം കൂടി ഉണ്ടെന്ന് തോന്നിപ്പിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കി തന്ന ഒരാൾ കൂടിയാണ് സുരാസു. അതുകൊണ്ട് ഇന്നും സുരാസു മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കിടക്കട്ടെ. ശ്രീ ജേക്കബ് ബെഞ്ചമിൻ എഴുത്തിൻ്റെ വഴികളെ കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടെ ഞാൻ ഏറ്റു. ഇത് വളരെ എളുപ്പമായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അവനവനെ കുറിച്ച് സംസാരിക്കില്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു. അപ്പോൾ ഇത് കൂടുതൽ സങ്കീർണമായി. സത്യം പറഞ്ഞാൽ ഒരു തീർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എൻ്റെ തീർച്ചയില്ലായ്മകൾ അവതരിപ്പിക്കുവാനാണ് വന്നു നിൽക്കുന്നത്. ജൂൺ 4-ാം തീയതി മർജൻ സത്രപി മരണമടഞ്ഞു. മർജൻ സത്രപിയെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം. ഇറാനിൽ നിന്ന് നാട് കടന്ന് ഫ്രാൻസിൽ ജീവിതമാക്കി അവിടെ നിന്നുകൊണ്ട് ഗംഭീരമായ കോമിക് ബുക്ക് പെർസിപ്പോളിസ് എഴുതി, അതിൻ്റെ അഡാപ്റ്റേഷനായ സിനിമയും എഴുതി നമ്മളെ നടുക്കിയ ഒരാളാണ്.
ഇറാനിലെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങളെ ഒരു കോമിക് ബുക്ക് കൊണ്ട് അവർ ആവിഷ്കരിച്ചു. അതിമനോഹരമാണ്. ഒരു നോവലിന്റെ കെട്ടുറപ്പും ജാപ്പനീസ് മാങ്കായുടെ രചനാ സൗന്ദര്യവും ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സൗന്ദര്യവും ആ പെർസിഫോളിസ് എന്ന ഗംഭീരമായ കൃതിക്കുണ്ടായിരുന്നു. അപ്പോ എഴുത്തിന്റെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച മർജാൻ സഖ്റാഫിയെ ഓർമ്മിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലും ഗ്രാഫിക് നോവൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി തീർന്നിരിക്കുന്നു. പുതിയ തലമുറയ്ക്കിടയിൽ വളരെ ശക്തമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാഫിക് നോവൽ എന്ന സംഭവം. നമ്മുടെ നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനത്തെക്കുറിച്ചും പരിസ്ഥിതിവാദത്തെക്കുറിച്ചും ശക്തമായി ആവിഷ്കരിക്കുന്ന ഒരു ഗ്രാഫിക് നോവൽ ഇറങ്ങിയിട്ടുണ്ട്, റിവർ ഓഫ് സ്റ്റോറീസ് എന്ന പേരിലുള്ള. പിന്നെ അംബേദ്കറുടെ ജീവിതവും ജാതി വിവേചനവും പരാമർശിക്കുന്ന ഒരു ഭീമായാന എന്ന ഒരു നല്ല ഗ്രാഫിക് നോവലും ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ KP മുരളീധരനും അങ്ങനെ ചിലരുമൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, കോമിക് സ്ട്രിപ്പുകളെയും കോമിക്കുകളിലും തുടങ്ങിയ ഗ്രാഫിക് നോവൽ എന്ന സാഹിത്യശാഖ 1970ഓടെയാണ് കൂടുതൽ ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്. 78-ൽ ബിൽ ഐസ്നറുടെ വളരെ പ്രശസ്തമായ ഒരു ഗ്രാഫിക് നോവൽ ഇറങ്ങി, എ കോൺട്രാക്ട് വിത്ത് ഗോഡ് എന്ന കൃതിയായിരുന്നു. അപ്പോഴും അത് ഗൗരവമുള്ള ഒരു ശാഖയായിട്ട് ലോകം കണ്ടിരുന്നില്ല. എന്നാൽ 1992-ൽ ആർട്ട് സ്പീഗൽമാന്റെ മൗസ് എന്ന കൃതി പുലിറ്റ്സർ സമ്മാനം നേടിയതോടെ ഗ്രാഫിക് നോവൽ കുട്ടിക്കളിയല്ല, അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് ലോകം അംഗീകരിച്ചു. അപ്പോഴും 78-ലാണ് ഗ്രാഫിക് നോവൽ ഗൗരവമായി ലോകം കണ്ടത്, അന്നാണ് തുടങ്ങിയത് എന്നൊക്കെയാണ് ഇന്ന് ലോകം വിലയിരുത്തുന്നത്. പക്ഷേ 1960-ൽ നമ്മുടെ നാട്ടിൽ ഗ്രാഫിക് നോവൽ തുടങ്ങിയിരുന്നു. ചെറിയ മനുഷ്യരും വലിയ ലോകവും അരവിന്ദൻ തുടങ്ങി വെച്ചത്. പക്ഷെ അന്ന് അതിൻ്റെ പേര് ഗ്രാഫിക് നോവൽ ഒന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. മാതൃഭൂമിയുടെ പിന്നാമ്പുറത്ത് കാണുന്ന ചിത്രകഥയായിട്ടാണ് ഞാൻ അടക്കമുള്ള കുട്ടികൾ അന്ന് വായിച്ചത്. പിന്നീട് ഇപ്പോൾ KP മുരളീധരന്റെ പ്രേമലേഖനം, തകര എന്നീ കൃതികളും സഗീറിന്റെ ഗൾഫും പടി പിയോ ജോഷി ബെനഡിക്റ്റിന്റെ പന്നിമലത്ത്, പിന്നെ കൊച്ചിയിലുള്ള കോക്കാച്ചി എന്ന സ്ഥാപനം ഇറക്കുന്ന ഇടിവെട്ട്, മറ്റൊന്ന് പാണ്ഡു ഗ്രാഫിക്സ്, നാരറ്റീവ്സ് ഫ്രം കേരള. ഈ ഗ്രാഫിക് നോവലുകൾ ഞാൻ എഴുത്തിന്റെ വളരെ വേറിട്ട ഒരു വഴി കേരളത്തിലും ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അരവിന്ദൻ തുടങ്ങി വെച്ച ആഗോളതലത്തിൽ തന്നെ അരവിന്ദനാണ് അത് തുടങ്ങി വെച്ചത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. 60-കളിൽ തുടങ്ങിയെന്നാണ്. 72-ൽ മാത്രമാണ് ലോകത്തിൽ ഗ്രാഫിക് നോവൽ കണ്ടുപിടിച്ചു എന്നുള്ള ആശയം തന്നെ ഉടലെടുക്കുന്നത്. അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ യോഗ്യനായ ഒരാളുണ്ടായിരുന്നു OV വിജയൻ. അദ്ദേഹത്തിന്റെ ഇത്തിരി നേരം പോക്ക്, ഇത്തിരി ദർശനം, അത് കുറച്ചുകൂടി വലിച്ചു നീട്ടിയ ഒരു പുസ്തകമായി വന്നിരുന്നെങ്കിൽ തീർച്ചയായും ഗ്രാഫിക് നോവലിന് മറ്റൊരു മുഖച്ഛായ വരുമായിരുന്നു. ലോകത്തിൽ തന്നെ അത് നമുക്ക് അവതരിപ്പിക്കാനും സാധിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന് മെനക്കെട്ടില്ല. അപ്പോ ഇതാണ് എഴുത്തിന്റെ ഏറ്റവും നവീനമായ വഴി എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈയിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളെക്കുറിച്ചും ചില വിവാദങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നോബൽ സമ്മാനിതയായ ഓൾഗ ടൊക്കാർചുക് ഈയിടെ ഒരു വലിയൊരു വിവാദത്തിൽ ചെന്നുപെട്ടു. അവർ ഒരു സംഭാഷണ മധ്യേ പറഞ്ഞു, ഞാൻ AI-യുടെ സഹായത്തോടെ ആണ് ഈ പുതിയ നോവൽ എഴുതുന്നതെന്ന്. അത് വലിയ പ്രശ്നമായി.
സോഷ്യൽ മീഡിയയുടെ കാലമാണ്, നമുക്കറിയാം എന്താ ഉണ്ടാകാൻ പോകുന്നത്. ഇവരുടെ നോബൽ സമ്മാനം പിൻവലിക്കണം എന്ന് വരെ ആരോപണം ഉണ്ടായി. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ട് അത് തിരുത്തി. ഞാൻ എയുടെ സഹായത്തോടെ റിസർച്ചാണ് ചെയ്തത്, വിവരശേഖരണം മാത്രമാണ് നടത്തിയത്, എഴുതുന്നത് ഞാൻ തന്നെയാണ് എന്ന് തൊക്കാർച്ചുക്ക് പറഞ്ഞത്. അത് ഒരു ശ്രദ്ധേയമായ കാര്യമായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മുടെ നാട്ടിലും എയുടെ സഹായത്തോടെ ആളുകൾ വിവരശേഖരണം നടത്തുന്നുണ്ട്. ലൈബ്രറിയിൽ പോയിരുന്നിട്ട് പഴയ പത്രക്കെട്ടുകളും പത്രങ്ങൾ ബൈൻഡ് ചെയ്ത അടുക്കുകളും എടുത്തു നോക്കി ആരാണ് ഇപ്പോൾ റിസർച്ച് നടത്തുന്നത്? അതല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ നോക്കി ആരാണ് റിസർച്ച്? ഇപ്പോൾ നേരെ ജിമനയിലേക്കും അല്ലെങ്കിൽ ChatGPT-യിലേക്കും പോവുകയല്ലേ ചെയ്യുന്നത് എല്ലാവരും. അപ്പൊ ഈ മാറിയ സാഹചര്യത്തിൽ എഴുത്ത് ജീവിതവും മാറാതെ വയ്യ. അതിനും ഒരു വേറിട്ടുള്ള ഒരു വഴി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഫിക്ഷൻ എഴുതുമ്പോൾ യന്ത്രസഹായമില്ലാതെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തുന്ന വിവരങ്ങൾ തന്നെ ആവിഷ്കരിക്കുമ്പോഴാണ് ഒരു നോവൽ അതിന്റെ നൈസർഗികതയും അതിന്റെ സൗന്ദര്യവും മാനുഷികതയും ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. എന്ന് വെച്ച് വിവരങ്ങൾ അതിൽ നിന്ന് എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യൻ്റെതായ ദൗർബല്യങ്ങളും നന്മതിന്മകളും എല്ലാം കടന്നു വരുന്നത് മനുഷ്യരെ കുറിച്ച് എഴുതുമ്പോഴും മനുഷ്യനിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ. പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയേക്കാൾ നല്ലൊരു അധ്യാപികയില്ല എന്ന്. അതൊരു വളരെ സത്യമാണ്. ഭൂമിയിൽ നിന്ന് മനുഷ്യരിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിവരം ശേഖരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇതിനെല്ലാത്തിനും പുറമെ എയുടെ സഹായത്തോടെ ഒരു ഫിക്ഷന്റെ അല്ലെങ്കിൽ ഒരു കൃതിയുടെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതിക്കുന്ന ഒരു സമ്പ്രദായം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു ത്രെഡ് കൊടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് എയോട് ആവശ്യപ്പെടുന്നു. AI ഡെവലപ്പ് ചെയ്ത് തരുന്നു. എനിക്കറിയാം, ഈ കൊച്ചി പരിസരത്തേക്ക് ഇരുന്ന് തിരക്കഥ എഴുതുന്ന ഒരുപാട് തിരക്കഥാകൃത്തുകൾ ചെയ്യുന്ന പരിപാടിയുണ്ട്. ത്രെഡ് കൊടുക്കുക, AI വികസിപ്പിച്ചു കൊടുക്കുക, പിന്നെ അതിന് ഇവർ പണിയെടുക്കുക. ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രെയിൻ സ്റ്റോമിംഗ് നടത്താനായിട്ട് ഒരു മനുഷ്യൻ തന്നെ വേണമെന്നില്ല, ഒരു യന്ത്രവുമായിട്ട് നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് നടത്താം. എന്താണ് അതിൽ കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് AI കൊണ്ട് എഴുതിക്കുന്നതോ എന്ന് ചോദിക്കുമ്പോൾ, അതിന് നിങ്ങൾ വായിക്കുന്ന പുസ്തകം ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ലല്ലോ, ഞങ്ങളത് മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, ഒടുക്കം വരുന്നത് ഞങ്ങളുടെ കൃതിയല്ലേ വരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ത്രെഡ് കൊടുത്തിട്ട് വികസിപ്പിക്കുന്നതോ, ഇതിനെല്ലാത്തിനും അവർക്ക് മറുപടിയുണ്ട്. ആ പുതിയ തലമുറയ്ക്ക് കൃത്യമായ മറുപടിയുണ്ട്. അപ്പോ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന പുസ്തകം ഒരു സർഗാത്മക മനസ്സിൻ്റെത് മാത്രം അല്ലാതായി കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അപ്പോ എനിക്ക് അപ്പോൾ തോന്നിയൊരു സംശയം ഇതാണ്, ഇവിടെ ഇപ്പോൾ ഒരു നോവൽ ചോരണ വിവാദം ഉണ്ടായല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ ത്രെഡ് മോഷ്ടിച്ച് മറ്റേയാൾ നോവൽ എഴുതി എന്ന് ഒരാൾ ആരോപിച്ചു. അപ്പൊ ഈ ത്രെഡ് എന്ന് പറയുന്നത് കഥയല്ല, കഥയുടെ നേർത്ത ഒരു ചരട് മാത്രമാണ് ത്രെഡ്. ഈ വാക്കുണ്ടാവുന്നത് സിനിമയിൽ നിന്നാണ്. സിനിമാക്കാരാണ് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പദങ്ങൾ ഉണ്ടാക്കുന്നത്. ത്രെഡ് എന്നുള്ള പദം സിനിമാക്കാരിൽ നിന്നാണ് വന്നത്. അപ്പോ എനിക്ക് സംശയമുണ്ട്, ഈ നോവല് ത്രെഡാണ്. ത്രെഡിനെ നമ്മൾ നോവൽ എന്ന് പറയും, ഈ ഒരു ചരടിനെ നമ്മൾ നോവൽ എന്ന് പറയുന്നു. വിശദാംശങ്ങളിലല്ലേ നോവൽ നിലനിൽക്കുന്നത്, വിശദാംശങ്ങൾ കൊണ്ടല്ലേ നോവൽ ജീവിക്കുന്നത്. വിശദാംശങ്ങളില്ലെങ്കിൽ എന്താണ് നോവൽ? അപ്പൊ എന്റെ ത്രെഡ് മോഷ്ടിച്ചു എന്ന് പറയുന്നതിൽ എന്താണ് ഇവിടെ അർത്ഥമുള്ളത്? അപ്പൊ ഞാൻ അവിടെ നിന്നും കടന്ന് പിന്നീട് ആലോചിച്ചത് ഒരു കാര്യം ഇതാണ്, ഈ നോവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കഥ പറയാനുള്ള മാധ്യമമാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായി. ഒറ്റ വരിയിൽ പറയാവുന്ന ത്രെഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ത്രെഡ് കൊണ്ട് കഥ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റദ്ദായി പോകുമോ? അങ്ങനെയാണെങ്കിൽ രണ്ടാം മുഴവും ഇനി ഞാൻ ഉറങ്ങട്ടെയും എപ്പോഴേ റദ്ദായി പോകുന്നതാണ്. അത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണല്ലോ, അതിന്റെ ഒറ്റ വരി അവിടെ നിന്ന് എടുത്തതാണല്ലോ. എന്നിട്ട് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, നമ്മളെപ്പോഴും വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒറ്റ വരിയും ത്രെഡും വിടുക, പാത്തുമായിട്ട് ആടെടുക്കുക, ബഷീറിന്റെ പാത്തുമായിട്ട് ആട്, അതെങ്ങനെ നമ്മൾ കഥ പറയും?
ഒറ്റ വരിയിൽ എങ്ങനെ പറയണം, അല്ലെങ്കിൽ എൻ്റെ ത്രെഡ് എന്താണ് പറയാൻ പറ്റില്ല. കാരണം വിശദാംശങ്ങളിലാണ് ആ നോവൽ നിലനിൽക്കുന്നത്. അപ്പോ എനിക്കൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തിനാ നമ്മൾ നോവലാക്കുന്നത്? പറഞ്ഞ പോലെ അമ്മുമ്മമാർ നമുക്ക് കഥ പറയുമ്പോൾ അത് കുട്ടികൾ കേൾക്കുന്നു. ആ കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. പിന്നെ നമ്മളത് എന്തിനാണ് എഴുതുന്നത്? പറഞ്ഞു തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പൊ നോവൽ എന്ന് പറയുന്ന കഥയല്ല, മറ്റെന്തോ കൂടി അതിൽ ഉണ്ട് എന്നുള്ള കാര്യം പറയാനുണ്ട്. ഈ പാത്തുമ്മയുടെ ആട് തുടങ്ങിയ ബഷീറിന്റെ നോവൽ ഇറങ്ങിയ കാലത്ത് അന്ന് വലിയ തർക്കമുണ്ടായി. ബഷീറിന്റെ നോവലിന് ഒരു ശരിയായ നോവലിന് ലക്ഷണങ്ങളില്ല എന്നുള്ള ഒരു ചർച്ചയുണ്ടായി. സാർ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് ആ കാലത്ത്. അപ്പോ അങ്ങനെ ഒരു ചർച്ച അന്നുണ്ടായി. അപ്പോ അങ്ങനെയാണെങ്കിലും നമ്മുടെ മലയാളത്തിലേക്ക് വന്ന സുന്ദരരാമസ്വാമിയുടെ ജയ ചില കുറിപ്പുകളോ അത് മലയാളത്തിലിറങ്ങിയ മികച്ച, തമിഴിൽ നിന്ന് ആറ്റൂര് വിവർത്തനം ചെയ്തതാണെങ്കിൽ മലയാളത്തിലിറങ്ങിയ മനോഹരമായ ഒരു നോവലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോ ജെയിംസ് ജോയ്സിന്റെ യുളീസസോ മേതിലിന്റെ കൃതികളോ മർണയുടെ പ്ലേസ് എന്ന് പറഞ്ഞ നോവലോ ഇതിലൊന്നും കഥയില്ല, എഴുത്താണ്. തോമസ് മന്നിന്റെ മാജിക് മൗണ്ടനോ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ത്രെഡ് ഉണ്ടെന്ന് നമുക്ക് പറയാം. തൊക്കാർച്ചുക്കിന്റെ തന്നെ ഫ്ലൈറ്റ്സ്, അതിലും ഒരു ആദ്യമധ്യാന്തമുള്ള ഒരു കഥയില്ല, എഴുതി എങ്ങനെ പോവുകയാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് ഒരു നോവൽ വായിക്കൽ കഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോവൽ വായിക്കുന്നതെന്ന് ഇന്നൊരു നല്ല വായനക്കാരനോ വായനക്കാരിയോ പറയുമോ എനിക്ക് സംശയമുണ്ട്. എനിക്കതിന്റെ കഥ അറിയണം എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്ന സാധാരണ പോർട്ട് ഓയിലർ, പൈങ്കിളി തുടങ്ങിയ പേജ് ടേണർ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പൾപ്പ് ഫിക്ഷൻ അല്ലേ നമ്മളിങ്ങനെ കഥ അറിയാൻ വേണ്ടി പറയുന്നത്? അയ്യോ എനിക്ക് പറയല്ലേ, എനിക്ക് ഇനി വായിക്കാനുള്ളതാണെന്ന്. ഒരു നല്ല നോവല് ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ട് അയ്യോ അതിന്റെ അവസാനം പറയല്ലേ എന്നാൽ നമ്മൾ പറയുക? ഒരിക്കലും പറയില്ല. കാരണം അതിന്റെ ഓരോ വരിയിലും അതിന്റെ ഓരോ വിവരണത്തിലും അതിന്റെ ഓരോ പദപ്രയോഗത്തിലും സൗന്ദര്യമുണ്ട്, അനുഭൂതിയുണ്ട്. അത് നമുക്ക് വായിച്ച് അവിടെ വരെ എത്തിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അപ്പോൾ ഈ വിവാദം ഉണ്ടാക്കിയവരുടെ സങ്കല്പം എന്താണ്, നോവൽ സങ്കല്പം എന്താണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവർക്ക് വിശദാംശങ്ങൾ ഒരു പ്രശ്നമില്ല, ത്രെഡാണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പോ ഇപ്പോൾ ഒരു പൊതുവായ ഒരു രീതി, ഒരു രാഷ്ട്രീയ സ്പർശമുള്ള അതല്ലെങ്കിൽ ഒരു ആശയം പ്രകടമാക്കുന്ന കഥ നാടകീയമായി പറയുക എന്നുള്ള ഒരു നടപ്പ് രീതിയുണ്ട്. അതാണോ എഴുത്തുകാരുടെ കർത്തവ്യം? അപ്പൊ ഇങ്ങനെയുള്ള ചില സംശയങ്ങളാണ് ഞാൻ ഈ സദസ്സിന്റെ മുമ്പാകെ ഉന്നയിക്കുന്നത്. അപ്പോ നമുക്കറിയാം, നമ്മൾ ഈ മികച്ച ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെ മികച്ച നോവലുകൾ വായിച്ചിട്ടുള്ള ആളുകളാണെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഈ മികച്ച നോവൽ ഒരു നല്ല കഥ പറയലാണ് എന്ന് വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ നോവലിന് പണ്ട് മിലൻ കുന്ദേര പറഞ്ഞിട്ടുണ്ട്, ഒരു നോവലിന് മാത്രം പകർന്നു തരാൻ കഴിയുന്ന ഒരു അനുഭവം, അതാണ് എനിക്ക് നോവലിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് പറയും. നോവലിൽ നിന്ന് മാത്രം, അതായത് സിനിമയിൽ നിന്ന് കിട്ടുന്ന അനുഭവം എനിക്ക് നോവലിൽ നിന്ന് കിട്ടണ്ട, കവിതയിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം നോവലിൽ നിന്ന് കിട്ടണ്ട. നോവലിന് മാത്രം പകർന്നു തരാൻ കഴിയുന്ന ഒരു അനുഭവം ചലച്ചിത്രത്തിനോ നാടകത്തിനോ കവിതയ്ക്കോ ഒന്നും തരാൻ പറ്റുന്നില്ല. ഇതിന് പകരം നിൽക്കുന്നതുമല്ല നോവൽ. ഇപ്പൊ OVJന്റെ ഖസാക്കിന്റെ ഇതിഹാസം മാത്രം എടുത്താൽ മതി മലയാളത്തിൽ ഒരു ഉദാഹരണം പറയുവാനായിട്ട്. അപ്പോ NS മാധവൻ പറഞ്ഞു, ഖസാക്കിന്റെ ഇതിഹാസം സാഹിത്യത്തിൽ പറച്ചിലിന്റെ അന്ത്യം കുറിച്ചു എന്നാണ് NS മാധവൻ പറഞ്ഞത്. അത് വളരെ സത്യമാണ്. കഥ പറഞ്ഞത് മനസ്സിലാക്കുക എന്നുള്ള പറച്ചിൽ രീതിക്ക് ഒരു അവസാനം ഉണ്ടാക്കി ഖസാക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വേറെ ഒരു വാചകം കൂടി പറഞ്ഞു ഖസാക്കിനെ കുറിച്ച്. തച്ചിനോടുള്ള പ്രതിബദ്ധത, തച്ചിനോടുള്ള പ്രതിബദ്ധത, എഴുത്തിന്റെ സ്വച്ഛന്ദ വികാരം, വായനക്കാരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുതാതിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം മുമ്പുണ്ടായിരുന്നു, നമുക്ക്